പേര് എഞ്ചിനീയേഴ്സ് ആണ്. പറവൂർ സ്വദേശിയാണ്. ചെയ്തിരുന്ന ജോലി ഒരു മാർക്കറ്റിംഗ് ഫീൽഡായിരുന്നു. ഏകദേശം ഒരു 15 വർഷത്തോളം മാർക്കറ്റിംഗ് ഫീൽഡിൽ ജോലി ചെയ്തു. വളരെ ആവശ്യമായിട്ടാണ് ആശയം പരിചയപ്പെടുന്നത്. പറവൂര് രമേഷ് സാറിൽ നിന്നൊരു വ്യക്തിയിൽ നിന്നാണ് ഞാൻ ആശയം പരിചയപ്പെടുന്നത്. ആശയം പരിചയപ്പെട്ടു, ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചു. പിന്നീട് ഞാൻ ആശയത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഒരു എക്സ്ട്രാ ഇൻകം ഇതിലൂടെ എനിക്ക് നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. ചെയ്യുന്ന ജോലിയോടൊപ്പം ഒരു എക്സ്ട്രാ ഇൻകം എല്ലാവർക്കും ആവശ്യമാണ് അല്ലേ? നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ജോലിയിലൂടെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നി ആശയം ഒരു പാർട്ട് ടൈം ജോബായിട്ട് ഏറ്റെടുത്തുകൊണ്ട് എന്റെ ജോലിയോടൊപ്പം ചെയ്യാന്നുള്ള തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായിട്ട് പതിയെ ആശയം മനസ്സിലാക്കാൻ തുടങ്ങി. കമ്പനി വിസിറ്റ് ചെയ്തു. കമ്പനിയൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി ചെയ്തിരുന്ന ജോലിയല്ല വലുത്, ആശയമാണെന്ന് മനസ്സിലായി. അങ്ങനെ തന്നെ ഒരു 3-4-5 മാസം കൂടി ചെയ്തിരുന്ന ജോലി മാർക്കറ്റിംഗ് ഫീൽഡ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. ഫുൾ ടൈം ആർസിഎമ്മിലേക്ക് വന്നു. ഇപ്പോ ആർസിഎമ്മിൽ ഒരു ടെക്നിക്കൽ ലെവൽ അച്ചീവർ ആണ്. ഒരു ഗസറ്റഡ് റാങ്ക് ഉദ്യോഗസ്ഥൻ വാങ്ങിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ സാധിച്ചു. കാരണം എന്താണ്? ഞാൻ ചെയ്തിരുന്ന ജോലിയാണെങ്കിൽ ഒരിക്കലും ഒരു ഗസറ്റഡ് റാങ്കിലും സാറേ ഒരു ഗസറ്റഡ് റാങ്കിലേക്ക് വരുന്ന ആളായി മാറാൻ സാധിക്കില്ല. ഇനിയും ഗസറ്റഡ് റാങ്കിലൂടെ കൂടുതൽ വരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു അവസരം ആർസിഎമ്മില് ഒളിഞ്ഞിടപ്പുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഇന്ന് അറിയാൻ പോകുന്നത്. എന്താ പറയാ, നമുക്ക് രാവിലെ ഒരുപാട് ലീഡേഴ്സ് ഇവിടെ എന്താണ് ആർസിഎം എന്നും കമ്പനി പ്രൊഫൈൽ എന്താണെന്നും കുറച്ച് പ്രൊഡക്റ്റുകൾ ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നു. എല്ലാത്തിലുപരി എല്ലാ ആളുകളും പറയും പ്രൊഡക്റ്റുകളാണ് ഏറ്റവും നല്ലത്, പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്താലാണ് കൂടുതൽ ഗുണം, പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാലാണ് ആരോഗ്യം കിട്ടുന്നത്. എല്ലാത്തിനും ഉപരി നമുക്ക് ഇൻകം അല്ലെ, എന്ത് ജോബ് ചെയ്താലും ഏത് രീതിയിലേക്ക് നീങ്ങിയാൽ പോലും നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് ആയാൽ മാത്രമാണ് നമ്മൾ ഏതൊരു പ്രസ്ഥാനത്തിലും നമ്മൾ അവിടെ സ്റ്റിക്ക് ഓൺ ആവുള്ളൂ അല്ലെ. നോക്കാം, നമുക്ക് ആർസിഎമ്മിലൂടെ നമുക്ക് ആർസിഎമ്മിന്റെ ഒരു ബേസിക് സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പൊ രാവിലെ സെൽഫ് യൂസിലൂടെ ഉള്ള വരുമാനമൊക്കെ ഏകദേശം പറഞ്ഞു. സാറേ സെൽഫ് യൂസിലൂടെ പറഞ്ഞിരുന്നോ? ഇല്ല. ഓക്കെ. അപ്പൊ ആർസിഎമ്മിന്റെ ഒരു ബേസിക് സ്റ്റെപ്സ് നേരെ ഇൻകത്തിലേക്ക് കടക്കുകയാണ്. അതായത് ആർസിഎമ്മിന്റെ ബേസിക് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കൃത്യമായിട്ട് കേൾക്കാം, പുതിയതായിട്ട് വന്നവര് വളരെ വ്യക്തമായിട്ട് കേൾക്കാം. സാധാരണ നമ്മളൊരു ഉൽപ്പന്നം വാങ്ങിച്ചു കഴിഞ്ഞാല് MRP ഉണ്ടാവും അല്ലെ, MRP ഉണ്ടാവും. അതിൽ കുറവെല്ലാം ഉണ്ടാവോ? MRP കുറവെല്ലാം ഉണ്ടാവോ? ഇല്ല. ആർസിഎമ്മിന്റെ ഒരു ഉൽപ്പന്നത്തിന് MRP ഉണ്ടാവും, അതോടൊപ്പം തന്നെ DP പ്രൈസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ പ്രൈസ് ഉണ്ടാവും. ഡിസ്ട്രിബ്യൂഷൻ പ്രൈസിൽ കൂടാതെ നമുക്കൊരു പർച്ചേസ് വോളിയം ഉണ്ടാവും, PV. എന്താണ് PV എന്ന് പറയുന്നത്? അത് പറയാൻ സാധിക്കും, കമ്പനിയുടെ പ്രോഫിറ്റ്. വേറെ അത് പറയാൻ പറ്റും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം. കമ്പനിയുടെ പർച്ചേസ് വോളിയം എന്താണെന്ന് ആരെങ്കിലും സാർ പറയാമോ? കമ്പനിയുടെ ചെലവുകളെല്ലാം കഴിഞ്ഞ് നീക്കുപോക്ക് വരുന്ന തുകയാണ് പർച്ചേസ്. അതെ, നല്ലൊരു കാര്യം കൊടുക്കുക. അതായത് കമ്പനിയുടെ ചെലവുകളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി നിർത്തുന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ് പർച്ചേസ് വോളിയത്തിലൂടെയാണ് നമുക്ക് തരുന്നത്. അപ്പൊ പർച്ചേസ് വോളിയം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അതേപോലെ ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. ഹെഡ് ഗാർഡ് ഓയിലിന്റെ MRP, DP, പർച്ചേസ് വോളിയം PV കാണിച്ചിട്ടുണ്ട്. MRP 238 ആണെങ്കിൽ നമുക്ക് ഇവിടെ DP വരുന്നത് 193, PV 71. അങ്ങനെ പർച്ചേസ് വോളിയത്തിലൂടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു പുതിയതായിട്ട് വരുന്ന ഏതൊരു വ്യക്തിക്കും കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു അസോസിയേറ്റ് ബയർ ആകുമ്പോൾ 45% PVയിലൂടെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കമ്പനിക്ക് ഒരു 100 രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ അതിന്റെ 45% കമ്പനി നമുക്ക് തിരിച്ചു തരികയാണ്. അപ്പൊ ആരുടെ കമ്പനിയാണത്? നമ്മളുടെ കമ്പനിയല്ലേ. വേറെ ഏതെങ്കിലും കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാല് കമ്പനിയുടെ 50% നമുക്ക് തിരിച്ചു തരുമോ? എത്ര മാക്സിമം അവർ കുറയ്ക്കാവുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ നമുക്ക് 45%ഓളം PV ഡിസ്ട്രിബ്യൂഷനിലൊക്കെ നമുക്ക് ഒരു അസോസിയേറ്റ് ബയേഴ്സിന് തരും. 45% നമുക്ക് ഇവിടെ 2% തുടങ്ങി 22% വരെ പെർഫോമൻസ് ഇൻസെന്റീവ്. ശ്രദ്ധിക്കണം, പെർഫോമൻസ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞാല് നമ്മളൊരു ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ 2% തുടങ്ങി 22% വരെ കിട്ടും. 22% എത്തുമ്പോൾ
3,50,000, അതായത് 5,000 PV തുടങ്ങി 3,50,000 PV എത്തുമ്പോൾ വരെയാണ് നമുക്ക് 22% വരുന്നത്. അത് അടുത്ത ഇതിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് റോയൽറ്റി. റോയൽറ്റി 8% കിട്ടും. ടെക്നിക്കൽ ബോണസ് 5%, വൈറ്റൽ ലെവൽ ഗ്രോത്ത് ബോണസ് 2%, റോയൽറ്റി ഗ്രോത്ത് ബോണസ് 2%, ടെക്നിക്കൽ ഗ്രോത്ത് ബോണസ് 2%, ഫ്രീ പ്രൊഡക്ട്സ് ആൻഡ് ക്യാഷ് റിവാർഡ് 4%. അങ്ങനെ ടോട്ടല് 45% കിട്ടും. വൈറ്റൽ ലെവൽ ഗ്രോത്ത് ബോണസ് എന്താണ്? വൈറ്റൽ ലെവൽ ഗ്രോത്ത് ബോണസ് നമ്മൾ മന്ത്ലി ഗ്രോത്ത് ബോണസ് വാങ്ങിക്കുന്നുണ്ട് അല്ലേ? അതായത് ഒരു ഗ്രോത്ത് കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിൽ നിന്നും കമ്പനി തന്നെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് തരുന്ന ഒരു ബോണസ് ആണ്. അത് ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മന്ത്ലി ബോണസും ഇയർലി ബോണസും കിട്ടുള്ളൂ. നോക്കാം നമുക്ക്. അങ്ങനെ ഏകദേശം 45% നമുക്ക് കമ്പനി ഡിവൈഡ് ചെയ്ത് തരുന്നു. നോക്കാം. നമുക്ക് ആർസിമിലൂടെ നമ്മള് പല പല ജോലികൾ ചെയ്യുന്നതാണ് അല്ലെ? ആർസിമിൽ വരുന്നതിന് മുമ്പ് പല പല ജോലികൾ ചെയ്തിരുന്ന വ്യക്തികളാണ്. ആ ജോലിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരേ ഒരു ഇൻകം കിട്ടുള്ളൂ അല്ലെ? ജോലി ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, വരുമാനം കിട്ടുന്നു, വർക്ക് ചെയ്യുന്നു, വരുമാനം കിട്ടുന്നു. ഇവിടെ യാതൊരു ബെനിഫിറ്റ്സും നമുക്കില്ല. പക്ഷെ ആർസിമിലൂടെ നമ്മളൊരു അസോസിയേറ്റ് ബൈ ആയി കിട്ടുന്ന ആദ്യത്തെ ഇൻകമാണ് സെൽഫ് യൂസ്. എന്താണ് സെൽഫ് യൂസ്? നമ്മൾ വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന, അതായത് മറ്റുള്ള മാർക്കറ്റിൽ നിന്നും ഉൽപ്പന്നങ്ങൾ മാറി ആർസിമിന്റെ ഉൽപ്പന്നം ഉപയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും? സെൽഫ് യൂസ് ചെയ്യാം. അത് ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ്, അതായത് മാർക്കറ്റിൽ നിന്ന് കുറഞ്ഞുള്ള പ്രൈസിന് കിട്ടും. സ്പോട്ട് ഡിസ്കൗണ്ട്, നമുക്ക് ID നമ്പർ ഉണ്ടെങ്കിൽ ആ ബില്ല് ചെയ്യുമ്പോൾ തന്നെ ഒരു MRP നിന്ന് സ്പോട്ട് ഡിസ്കൗണ്ട് കിട്ടും. അതുകൂടാതെ കമ്മീഷൻ ബേസ്ഡ് ഓൺ PV, അതായത് നമ്മുടെ PV അടിസ്ഥാനത്തിൽ നമുക്ക് കമ്മീഷൻ കിട്ടും. അതോടൊപ്പം തന്നെ പ്രൊഡക്റ്റ്, ഫ്രീ പ്രൊഡക്ട്സ് ഉണ്ട്, ക്യാഷ് റിവാർഡ് ഉണ്ട്. ഇതാണ് സെൽഫ് യൂസിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനം. അതായത് നമുക്ക് ഇവിടെ വർക്കൊന്നും ചെയ്യേണ്ട, നമ്മുടെ വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇൻകം ആണ് പറയുന്നത് സെൽഫ് യൂസ്. രണ്ടാമത്തെ ഒരു ഇൻകം ആണ് സെയിൽസ്. ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം. നമുക്കിപ്പോ ആദ്യം പറയുന്നത് DP പ്രൈസിന് ഉൽപ്പന്നങ്ങൾ കിട്ടും. ആ DP പ്രൈസിന് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ MRPക്ക് സെയിൽസ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു ഇൻകം ആണ് വണ്ടർ വേൾഡ് കുക്ക്. വലിയ വലിയ ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു വണ്ടർ വേൾഡ് ആണ് അല്ലെ? ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു വണ്ടർ വേൾഡ് ആണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതേ രീതിയിൽ വണ്ടർ വേൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും, വണ്ടർ വേൾഡ് കുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആർസിമിലൂടെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നാലാമത്തെ ഒരു ഇൻകം ആണ് ടീം ബിൽഡിംഗ്. ടീം ബിൽഡിംഗ് എന്താണ് ടീം ബിൽഡിംഗ് എന്ന് പറഞ്ഞാല്? ടീം ബിൽഡിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ? നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്തൊക്കെ നല്ല കാര്യങ്ങള്? സിനിമ കാണുന്നു, നല്ല സിനിമയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ ചെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പറയുന്നു, അവരും പറഞ്ഞു വിടുന്നു. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നല്ല കാര്യം ചെയ്യല്ലേ? നമ്മളൊരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോവുകയാണ് അല്ലെ? ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു തുണിക്കടയിൽ പോയിട്ട് ഡ്രസ്സ് മേടിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓൾറെഡി അടുത്ത നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയും, എടി സാരി കൊള്ളാട്ടോ, അല്ലെങ്കിൽ ജീൻസ് കൊള്ളാട്ടോ, നല്ല വിലക്കുറവാണ് കേട്ടോ, പറയില്ലേ? പറയും. അതേപോലെ നമ്മൾ ഫുഡ് കഴിക്കാറല്ലേ? പല പല ഹോട്ടലുകളിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി ആണെങ്കിൽ എന്തായാലും പറയില്ല വേണം, തീർച്ചയായിട്ടും പറയും. അവിടെ നമ്മൾ എന്ത് ചെയ്തു? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വർക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്? ഹോട്ടലുകാരന് വേണ്ടി ചെയ്തു, തുണിക്കടക്കാരന് വേണ്ടി ചെയ്തു, സിനിമ പ്രൊഡ്യൂസർക്ക് വേണ്ടി ചെയ്തു. ഇവിടെ എന്തെങ്കിലും നമുക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഈ സെയിം ഇത് തന്നെ നമ്മൾ ആർസിഎം പറയാൻ, ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച്, ആർസിഎമ്മിന്റെ ഉൽപ്പന്നം ഉപയോഗിച്ച് എനിക്ക് ആരോഗ്യം കിട്ടി, ആർസിഎമ്മിന്റെ ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല ആരോഗ്യം കിട്ടി, ആർസിഎമ്മിന്റെ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ആരോഗ്യം കിട്ടി, ആർസിഎം തവിടെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ ഇതേപോലെല്ലാം മാറി, ആർസിഎം ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി, ഇതെല്ലാം മാറി. ഇതെല്ലാം പറയാൻ തയ്യാറാവുമെങ്കിലോ നമ്മളൊരു പരസ്യക്കാരായി, ആർസിഎമ്മിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായി. അങ്ങനെ ഞാൻ ഇന്ന് ഒരു ആർസിഎമ്മിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ആർസിഎമ്മിലൂടെ ഒരു ഗസറ്റഡ് റാങ്ക് ഉദ്യോഗസ്ഥൻ വാങ്ങിക്കുന്ന ഒരു വരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചത്. ഞാൻ ആർസിഎമ്മിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ്. 100% ആർസിഎം ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്നത് ഷൂ ആർസിഎം ആണ്, പാന്റ് ആർസിഎം ആണ്, ഷർട്ട് ആർസിഎം ആണ്, ഇന്നർ ഗാർമെന്റ്സ് ആർസിഎം ആണ്, അണ്ടർ ഗാർമെന്റ്സ് ആർസിഎം ആണ്, ബെൽറ്റ് ആർസിഎം ആണ്, പേഴ്സ് ആർസിഎം ആണ്, പേഴ്സിൽ ഇത് വരുന്ന പൈസയും ആർസിഎം ആണ്. അപ്പൊ നമ്മൾ 100% ആർസിഎം ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമർ ആയിട്ട് മാറുക, അല്ലെങ്കിൽ ഉപഭോക്താവായിട്ട് മാറുക.
അങ്ങനെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആർസിമിലൂടെ കിട്ടുന്ന വരുമാനം എങ്ങനെ ടീം ബിൽഡിങ്ങിലൂടെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ടീം ബിൽഡിങ്ങിലൂടെ വർക്ക് ചെയ്ത് ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഒരു ഓപ്പണർ എന്നൊരു ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്കിവിടെ മന്ത്ലി ബോണസ് കിട്ടും, ഇയർലി ബോണസ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ നെക്സ്റ്റ് നോക്കാം. ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. ഈ ടേബിളിൽ നിങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയെയും ആർസിഎം കൺവിൻസ് ആക്കാൻ പറ്റും. മുജീബ് സാറേ, ഈ ഒരു ടേബിൾ വളരെ വ്യക്തമായിട്ട്, ഇത് വളരെ വ്യക്തം എന്ന് പറഞ്ഞാല് ഇവിടെ 13ഓളം പ്രൊഡക്ട്സുകൾ കാണിച്ചിട്ടുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്, ആർസിഎമ്മിൽ കിട്ടുന്നുണ്ട്. മാർക്കറ്റിൽ മേടിച്ച് കഴിഞ്ഞാലുള്ള റേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നോക്കാം. ചക്കി ഫ്രഷ് ആട്ട 5 കിലോത്തിന് മാർക്കറ്റിൽ 355. പരസ്യം പറയുന്ന ആട്ട നമ്മൾ വാങ്ങിക്കാറില്ലേ 355 360 രൂപയോളം കൊടുക്കുമ്പോ ആർസിഎമ്മിന് എത്ര വരുന്നു? 330 രൂപയോളം വരുന്നുള്ളൂ. ആർസിഎമ്മിന് ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു അസോസിയേറ്റ് ബയർ ആയി കഴിഞ്ഞാൽ 260 രൂപ കിട്ടുന്നു. നോക്കൂ, PV 50 PV പർച്ചേസ് വോളിയം. ഇനി ഓരോ ഉൽപ്പന്നങ്ങളും 13 ഉൽപ്പന്നങ്ങൾക്കും മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, ആർസിഎം റേറ്റ് ഉണ്ട്, DP ഉണ്ട്, PV ഉണ്ട്. ഞാൻ ഓയിലിനെ കൂടി പറയാം. ഓയിൽ 324 മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഓയിൽ വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും നേട്ടം കിട്ടുന്നുണ്ടോ? ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്ക് വരുന്നത്. നോക്കാം, നമുക്കിവിടെ മാർക്കറ്റിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുമ്പോൾ 324 1 ലിറ്ററിന് വരുമ്പോൾ ആർസിഎമ്മിലേക്ക് 232, നമുക്കിവിടെ DP പ്രൈസ് 193 വരുന്നുള്ളൂ. PV പർച്ചേസ് വോളിയം 71 PV. നല്ല ചായ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന വിഷം ഉള്ള ചായ മാറ്റിയിട്ട് നല്ല ചായ ഉപയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റിൽ 350 ആണെങ്കിൽ നമുക്കിവിടെ 300 രൂപ കിട്ടും. 240 DP പ്രൈസ് 120 PV. എല്ലാം പറയുന്നില്ല, നിങ്ങൾ ഇതൊരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ എഴുതിയെടുത്ത് കൃത്യമായിട്ട് നോക്കാം. നമുക്കിന്റെ ടോട്ടൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 2079 രൂപ നമ്മൾ MRP കൊടുക്കുമ്പോൾ ആർസിഎമ്മിന്റെ എത്ര വരുന്നു? MRP 1646 രൂപ വരുന്നുള്ളൂ. അപ്പൊ ഏകദേശം നമുക്കൊരു 600-500 രൂപയോളം ഇതിൽ നിന്നും ഇതിലേക്ക് വരുമ്പോൾ തന്നെ ഡിഫറൻസ് ആയി. ബ്രാൻഡ് ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ ഡിഫറൻസ് ആയി. ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മള് കോൺഫിഡൻസ് ആണെങ്കിൽ അസോസിയേറ്റ് ബയർ ആവുക. ഇപ്പൊ ഇവിടെ എത്ര പേരുണ്ട്? അസോസിയേറ്റ് ബയർ ആയവർ എത്ര പേരുണ്ട്? ഹലോ, ID നമ്പർ ഉള്ളവർ ആരെങ്കിലും ഒന്ന് ഹാൻഡിൽ ചെയ്യും. ആർസിഎമ്മിന് ID നമ്പർ ഉള്ളവര് എല്ലാവരും ഉണ്ടല്ലേ? എല്ലാവരും ഉണ്ട്. അപ്പൊ ID നമ്പർ ഉള്ളവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. ID നമ്പർ ഇല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഈ പ്രൈസ് കൊടുക്കേണ്ടി വരും. അപ്പൊ ID നമ്പർ ആണെങ്കിൽ 1337, PV 606, 1079 നിന്ന് സാറ് നെക്സ്റ്റിലേക്ക് ഒന്ന് 2079 നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഒന്ന് നോക്കാം. 2079 മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ വാങ്ങിക്കുമ്പോൾ ആർസിഎം റേറ്റ് 1646 വരുന്നുള്ളൂ. ആർസിഎമ്മിന്റെ DP പ്രൈസ് 1317. ടോട്ടൽ പ്രോഫിറ്റ് ഒരു ബ്രാൻഡ് ചേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല് 2069 നിന്ന് 1317 കുറച്ച് കഴിഞ്ഞാൽ 752 രൂപ ലാഭം. 13 ഉൽപ്പന്നങ്ങളുടെ വില കമ്പാരിസനാണ് ഞാൻ പറഞ്ഞത്. ഈ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ ഗുണനിലവാരവും വില നിലവാരവും മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനെ മനസ്സിലാക്കി നിങ്ങൾ ഇത് ഒരാളെ പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ, എഴുതി കാണിച്ചു കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ വ്യക്തി കൺവിൻസ് ആവൂലേ? ശരിയല്ലേ കുഞ്ഞു സാറേ? കൺവിൻസ് ആക്കാൻ പറ്റൂലേ? തീർച്ചയായിട്ടും കൺവിൻസ് ആക്കാൻ പറ്റും. നമ്മള് കൃത്യമായിട്ട് എഴുതി കാണിച്ചു കൊടുക്കണം. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന MRP റേറ്റ്, ആർസിഎമ്മിൽ നിന്ന് കിട്ടുന്ന MRP റേറ്റ്, നമുക്ക് കിട്ടുന്ന PV, ഫ്രീ പ്രൊഡക്ട്സിന്റെ ആനുകൂല്യങ്ങളെല്ലാം എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തി കൺവിൻസ് ആവും. അപ്പോ അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അതായത് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു 750 അതൊരു വർഷമാണെങ്കിൽ 12 മാസമാണെങ്കിൽ 9024 രൂപ വ്യക്തിക്ക് ലാഭമുണ്ട്. അത് തന്നെ 10 വർഷമാണെങ്കിൽ എത്ര? 90240. ഈ ഉൽപ്പന്നം എന്ന് പറഞ്ഞാല് 13 ഉൽപ്പന്നങ്ങളാണ് ഞാനിവിടെ കാണിച്ചത്. ഈ 13 ഉൽപ്പന്നങ്ങൾക്ക് 740 രൂപ ലാഭമുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് എത്ര ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ തന്നെ ചിന്തിക്കാം. രാവിലെ എണീക്കുമ്പോ തുടങ്ങി നമ്മള് പ്രഭാത കർമ്മങ്ങൾ എന്ത് ചെയ്ത് ഫുഡ് കഴിക്കുന്ന ഒരു ടൈം വരെയാകുമ്പോൾ തന്നെ ഏകദേശം ഒരു 15ഓളം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് ആർസിഎമ്മിന്റെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ദിനംതോറും ഒരു ഡെയിലി എല്ലാ പ്രൊഡക്റ്റുകളും ഉപയോഗിക്കുമ്പോൾ മിനിമം ഒരു 50ഓളം പ്രൊഡക്റ്റുകൾ മിനിമം ഉപയോഗിക്കാൻ സാധിക്കും.
അപ്പൊ അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ എത്ര രൂപ ലാഭം ഉണ്ടാവും? 752 13 ഉൽപ്പന്നങ്ങളാണെങ്കിൽ 752 രൂപ 13 ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് കിട്ടിയെങ്കിൽ എല്ലാ ഉൽപ്പന്നവും ഉപയോഗിക്കാൻ സാധിച്ചാൽ കിട്ടുന്ന ലാഭം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. നോക്കാം, നമുക്കിവിടെ RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അടുത്തൊരു ബെനിഫിറ്റ് ആണ് കൺസിസ്റ്റൻസി പർച്ചേസ്. കൃത്യമായിട്ട് നിരന്തരമായിട്ട് വാങ്ങിക്കുന്ന ഉൽപ്പന്നം മിനിമം 100 PV ഒരു വ്യക്തി ചെയ്തിരിക്കണം. 100 PV തുടങ്ങി 1499 PV ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പെർസെന്റേജ് പറഞ്ഞാൽ 12%. അതായത് 6 മാസം കൂടുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. 12% ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും. ഏകദേശം ഒരു 120 രൂപയുടെ ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും. ഇത് തന്നെ കൺസിസ്റ്റൻസിയിലേക്ക് വരികയാണെങ്കിൽ കമ്പനി പറയുന്നത് നിങ്ങൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നം 1500 PV ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ 1500 PV 6 മാസം തുടർച്ചയായിട്ട് ചെയ്യണമെങ്കിൽ 1500 രൂപയുടെ DPയുടെ ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും. എത്ര പേർക്ക് ഫ്രീ പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ട്? ഓ സൂപ്പർ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഫ്രീ പ്രൊഡക്ട്സ് മേടിച്ചവരാണ്. അങ്ങനെ നമുക്ക് ഓരോ കൺസിസ്റ്റൻസിയാണ് 1500 മുതൽ 50000 വരെ ഉണ്ട്. പിന്നെയുള്ള ഓരോന്നനുസരിച്ച് കൂടി വന്നുകൊണ്ടിരിക്കും. അപ്പൊ 50000 രൂപയുടെ ഉൽപ്പന്നം 6 മാസം തുടർച്ചയായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 30000 രൂപയുടെ ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും. ഓക്കെ, സോറി 5000 രൂപയുടെ ഫ്രീ പ്രൊഡക്ട്സും 30000 രൂപയും കിട്ടും, ക്യാഷ് കിട്ടും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിക്കാം. 5000 PV ചെയ്ത് കഴിഞ്ഞാൽ 5000 രൂപയുടെ ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും. 10000 PV ചെയ്ത് കഴിഞ്ഞാൽ 5000 രൂപയുടെ ഫ്രീ പ്രൊഡക്ട്സും 3000 രൂപ ക്യാഷ് റിവാർഡും കിട്ടും. 20000 PV ചെയ്യണമെങ്കിൽ 5000 രൂപയുടെ ഫ്രീ പ്രൊഡക്ട്സും 12500 രൂപ ക്യാഷ് റിവാർഡും കിട്ടും. 50000 ആണെങ്കിൽ 5000 രൂപ DP പ്രൈസിന്റെ ഫ്രീ പ്രൊഡക്ട്സ് പ്ലസ് 30000 രൂപ. ഇത് എത്ര വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചെയ്യാം. അപ്പോ കൺസിസ്റ്റൻസി കണ്ടു. ഓക്കെ, അപ്പൊ നമ്മള് ഒന്നാമത്തെ ഇൻകം സെൽഫ് യൂസിനോടുള്ള വരുമാനം എന്താണെന്ന് മനസ്സിലായി. ഇനി വരുന്നത് ഇൻകം ഫ്രം സെയിൽസ്. നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി സെയിൽ ചെയ്താൽ കിട്ടുന്ന വരുമാനം. എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്? ഡെയിലി നമ്മൾ RCM ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമർ ആയിട്ട് മാറിയതിനു ശേഷം ഡെയിലി സെയിൽ ചെയ്യാം. ഡെയിലി ഒരു 2000 രൂപയുടെ ഉൽപ്പന്നം സെയിൽ ചെയ്യണമെങ്കിൽ 30 ദിവസം കൊണ്ട് എത്ര രൂപ സെയിൽ ചെയ്യാൻ സാധിക്കും? 60000 രൂപ സെയിൽ ചെയ്യാൻ സാധിക്കും. ഡെയിലി 2000 രൂപ സെയിൽ ചെയ്താൽ മതി. ഡെയിലി 2000 രൂപയുടെ സെയിൽ എന്നുള്ളത് 4 വീട് 500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യുന്ന 4 വീട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2000 രൂപയുടെ സെയിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ 60000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യാൻ സാധിക്കും. അതിന്റെ പർച്ചേസ് വോളിയം ജനറേറ്റ് ആവുന്നത് 40000 PV. സെയിൽസ് കമ്മീഷൻ, സെയിൽസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത് ഇവിടെ 60000 രൂപയുടെ ഉൽപ്പന്നം നമ്മൾ MRPക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. DPക്ക് കിട്ടും, MRPക്ക് സെയിൽ ചെയ്യും. എങ്ങനെ? മാഡം ഒരു ID നമ്പർ എടുത്തല്ലേ? മാഡത്തിന്റെ ID നമ്പറിൽ കിട്ടുന്ന പേസ്റ്റ് ആണെങ്കിൽ 57 രൂപ, മാഡത്തിന് 70 രൂപ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര മാർജിൻ ഉണ്ട്? 17 രൂപ ലാഭം. ആ 17 എന്നുള്ളതാണ് നമ്മുടെ ഈ 20% വരുന്നത്. ഏകദേശം 12000 രൂപയോളം നമുക്ക് റീറ്റെയിൽ കമ്മീഷൻ കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ PV ഏകദേശം ഒരു 40000 PVയുടെ 9.5% നമുക്ക് അക്കൗണ്ടിലേക്ക് വരും. അതായത് 3800 രൂപ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടും. അതിന് ക്യാഷ് ആയിട്ട് കിട്ടുമ്പോൾ നമ്മളൊരു ലെവൽ എത്തും. ഏതാണ് ലെവല്? സ്റ്റാർട്ടർ എന്ന് പറഞ്ഞൊരു ലെവലിലേക്ക് എത്തും. അങ്ങനെ ടോട്ടല് 15800 രൂപ ഒരു മാസം നമുക്ക് ഇൻകം കിട്ടും. അതുകൂടാതെ നമുക്ക് ഇതിന്റെ 6 മാസം, ഞാൻ പറഞ്ഞു നേരത്തെ കൺസിസ്റ്റൻസി പർച്ചേസിങ് 6 മാസം ചെയ്യണം. ഇതേ രീതി തന്നെ ഈ ഒരു പ്രവൃത്തി തന്നെ 6 മാസം കൃത്യമായിട്ട് ചെയ്തെങ്കിൽ നമുക്ക് ഇവിടെ ഏകദേശം ഒരു 1,73,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് തന്നെ 12 മാസമാണെങ്കിൽ ഇവിടെ 2,24,600 രൂപ നമുക്ക് ഇവിടെ ഒരു ഇൻകം കിട്ടും. അപ്പോ ഒരു ആവറേജ് മന്ത്ലി ഇൻകം എത്രയായി? 18,716 രൂപ. ഒരു 18,716 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് ഏത് ജോലി കഴിഞ്ഞാൽ കിട്ടും? ഒരു സെയിൽസ് ഗേളിന് കിട്ടുമോ? ഇല്ല. സെയിൽസ് ഗേളിന് കിട്ടും. ഇവിടെ നമ്മളിവിടെ ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ടീം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും, വരുമാനം കൂടിക്കൊണ്ടിരിക്കും. ഒരു സെയിൽസ് ഗേളിന് കിട്ടുന്നത് ഒരു 6000-7000 ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അത് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് സെയിൽ ചെയ്തുകൊണ്ട് ഒരു വരുമാനം കിട്ടാം. എത്ര പേര് സെയിൽ ചെയ്യുന്നുണ്ട്? യെസ്, ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്
വണ്ടർവേൾഡ് ക്യൂക്ക്. ഇതേ രീതിയിൽ തന്നെ നമുക്കൊരു വണ്ടർവേൾഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒത്തിരി പേര് വണ്ടർവേൾഡ് ഉള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ വണ്ടർവേൾഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഒരു വണ്ടർവേൾഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ, ഒരു നിലവിൽ ഒരു വണ്ടർവേൾഡ് ക്യൂക്ക് ഉണ്ടെങ്കിൽ ആ വണ്ടർവേൾഡ് ക്യൂക്കിന്റെ 3 കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും ഒരു വണ്ടർവേൾഡ് ക്യൂക്ക് കമ്പനി അലോട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മിനിമം 300 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഏരിയ ഒരു ഷോപ്പ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു 10,000 റീഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കണം. ക്യാഷ്, അതായത് റാക്കും നമുക്ക് അതിന്റെ സൈൻ ബോർഡൊക്കെ ഏകദേശം ഒരു കുറച്ച് എമൗണ്ട് വരും. അത് നമ്മൾ കമ്പനിക്ക് അടച്ചു കഴിഞ്ഞാൽ അത് അവർ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഫസ്റ്റ് പർച്ചേസിംഗ് വരുന്നത് 5 ലക്ഷം രൂപ മിനിമം പർച്ചേസിംഗ് ചെയ്യും. ഇതാണ് ഒരു ഷോപ്പ് എടുക്കാനുള്ള ഒരു കണ്ടീഷൻസ്. സാർ നെക്സ്റ്റ്, ഒരു ഷോപ്പ് നമുക്ക് ഷോപ്പിലൂടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഏകദേശം ഒരു നമുക്ക് കിട്ടുന്ന കമ്മീഷൻ, അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ആട്ട ഓയിൽ ഏകദേശം 7%, അതോടൊപ്പം തന്നെ പെയിന്റ് ഉൽപ്പന്നങ്ങളാണെങ്കിൽ 7%, അതോടൊപ്പം തന്നെ FMCG പ്രൊഡക്റ്റ് മറ്റുള്ള ആട്ട ഓയിൽ ഒഴിച്ചിട്ടുള്ള FMCG പ്രൊഡക്റ്റുകളാണെങ്കിൽ എല്ലാത്തിനും 8%, അതോടൊപ്പം ടൂൾസ് ആണെങ്കിൽ 10%. ഇത് നമുക്ക് ഓരോന്ന് കിട്ടുന്ന പെർസെന്റേജ് ആണ്. ശരിക്കും പറഞ്ഞാല് ഇത് ഒരു വണ്ടർവേൾഡ് നടന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നത് 6 മാസം കൂടുമ്പോഴാണ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ 6 മാസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 12 ലക്ഷം മിനിമം സെയിൽസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ കിട്ടുന്ന കമ്മീഷന്റെ 1% കൂടി കൂടുതൽ കിട്ടും. അപ്പൊ 8ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൽ നിന്ന് 9 ആയിട്ട് മാറും. അത് തന്നെ 1.5%, അതായത് ടോട്ടൽ സെയിൽസ് 25 ലക്ഷം ആണെങ്കിൽ 6 മാസം ഉണ്ടെന്നുണ്ടെങ്കിൽ 9% മാറും. ഒത്തിരി പേർക്കും എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടർവേൾഡ് ക്യൂക്ക് നടത്തുന്ന ആളുകളും ആ 1%, 1.5% വാങ്ങിക്കുന്ന വ്യക്തികളാണ്. ഒരു മന്ത്ലി സെയിൽ ചെയ്തൊരു ഷോപ്പിന്റെ ഏകദേശം ഒരു കണക്കാണ്. മന്ത്ലി 8 ലക്ഷം രൂപ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിന്റെ വരുമാനമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നോക്കാം, ആനുവൽ സെയിൽ 96, ഒരു മാസം 8 ലക്ഷം സെയിൽ ചെയ്യുമ്പോൾ ഒരു വർഷത്തിൽ 96 ലക്ഷം രൂപ സെയിൽസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് നോക്കാം, 96 ലക്ഷത്തിന്റെ 9%, അതായത് 8,64,000 ആ ഒരു വണ്ടർവേൾഡ് ക്യൂക്ക് ഓണർക്ക് അല്ലെങ്കിൽ വണ്ടർവേൾഡ് നടത്തുന്ന ഓണർക്ക് കിട്ടും. ആ ആളുടെ മന്ത്ലി വരുമാനം എത്രയാണ്? 72,000 രൂപ. ആവറേജ് എക്സ്പെൻസ് ഒരു 40,000 രൂപ എക്സ്പെൻസ് കഴിച്ചു കഴിഞ്ഞാലും 32,000 രൂപയോളം ബെനിഫിറ്റ് ഉണ്ട്. ശരിയല്ലേ വിനോദ് സാറേ? ഏകദേശം ഏറ്റവും നല്ല രീതിയിൽ തന്നെ എറണാകുളത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിനോദ് സാറ്. അതായത് കഴിഞ്ഞ മാസം എത്ര ആവറേജ് എത്ര സെയിൽസ് ഉണ്ടായിരുന്നു? 8 ലക്ഷം രൂപയുടെ ഉണ്ട്. അത് ആലോചിച്ച് നോക്കിയാൽ നല്ലൊരു ഗൈഡൻസ് ആണ് കൊടുക്കുക. ഏകദേശം കുറച്ച് നാളായിട്ടുള്ളൂ തുടങ്ങിയിട്ട് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു വണ്ടർവേൾഡ് ക്യൂക്ക് ഏതൊരു വ്യക്തിക്കും നിങ്ങൾക്ക് ആളുകളെ പറഞ്ഞുവിടാം. എല്ലാ കാര്യങ്ങളും വിനോദ് സാറും സുമംഗല മാഡവും നമ്മുടെ എല്ലാ ഷോപ്പിലും അങ്ങനെ തന്നെയുണ്ട്. ഏത് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും മാതൃകാപരമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നോക്കാം, നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ ആർസിയിലൂടെ ഇൻകം കിട്ടുന്നത്? ആർസിയിലൂടെ ഏകദേശം ഒരു 6 ടൈപ്സ് ഓഫ് ഇൻകം കിട്ടും. അതിലിപ്പോ കുറച്ച് വരുമാനം കിട്ടുന്നതിനെ പറഞ്ഞു. ഇനിയാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം. ഞാൻ നേരത്തെ